പ്രസിഡന്റ് ശ്രീ വടത്തിൽ ലത്തീഫ് അവർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷീന ജിൻസ്. നിങ്ങൾക്ക് കാലം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ കുട്ടികളെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കുടുംബശ്രീ എന്നും ഉഷസായി നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് റിയാക്ഷൻ വീഡിയോ അല്ല, ട്രാവലിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. അന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും നാട്ടിലും ഉണ്ടാവുമല്ലോ അയൽക്കൂട്ടം, കുടുംബശ്രീ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും പിന്നെ കരുവാരക്കുണ്ട് ആണ് കേട്ടോ നാട്. അവിടെ പിന്നെ ഞങ്ങളെ അയൽക്കൂട്ടത്തെ വാർഷികീന് അപ്പോൾ അതിനത് സംബന്ധിച്ചുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. കുഞ്ഞുമക്കളെ ഡാൻസ്, പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് വോയിസ് ഒന്നും കൊടുക്കില്ല, അങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അതേമാതിരി തന്നെ പാട്ട് ഒറിജിനൽ ഇട്ടാൽ കോപ്പിറൈറ്റ് വരുമോ എന്തോന്നും അറിയില്ല കേട്ടോ. ഒറിജിനൽ ഇടുമ്പോഴാണ് ഡാൻസും പാട്ടൊക്കെ അതിൻ്റെ കാണാനുള്ള ഭംഗി കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് വരുന്ന കാരണം അങ്ങനെ ഒറിജിനൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇട്ടോക്കിയിട്ട് പറ്റില്ല എന്ന് വെച്ചെങ്കിൽ മ്യൂസിക്കോ വല്ല മ്യൂസിക് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അങ്ങനെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ഉണ്ടല്ലോ അയൽക്കൂട്ടത്തിന് പോയി പ്രസംഗവും അങ്ങനെ എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഭക്ഷണം, കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള പരിപാടി കണ്ടു നോക്കിട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. കുടുംബശ്രീ CTSന്റെ വൈസ് പ്രസിഡന്റ് ആയിഷാത്ത വന്നിട്ടില്ല. അതുപോലെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ലത്തീഫാക്ക, നമ്മളെ ഇതിന്റെ ചാർജുള്ള ഓഫീസർമാര്, അക്കൗണ്ടന്റ് രാജേഷ്, അതേപോലെ നമ്മളെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വടത്തിൽ ലത്തീഫ് അവർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷീന ജിൻസ്, പഞ്ചായത്തിലെ AS അരുൺ, അതുപോലെ തന്നെ അക്കൗണ്ടന്റ് രാകേഷ്, പ്രിയപ്പെട്ട വാർഡിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമാണ് എനിക്കിന്ന് തോന്നുന്നത്. കുടുംബശ്രീ തുടങ്ങിയിട്ട് കരുവാരക്കുണ്ടിൽ തുടങ്ങിയിട്ട് 25 വർഷമായി. പക്ഷേ കുടുംബശ്രീ സ്റ്റേറ്റിൽ ആവിഷ്കരിച്ചിട്ട് 28 വർഷമായി. അപ്പൊ 28 വർഷമായ ആ ഒരു സംഗമത്തിന്റെ അധ്യക്ഷ പ്രിയപ്പെട്ട ബിന്ദു, അതേപോലെ തന്നെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ, നമ്മുടെ പ്രിയങ്കരനായ AS അരുണ്, അതേപോലെ തന്നെ അക്കൗണ്ടന്റ് രാജേഷ്, അതേപോലെ തന്നെ നമ്മുടെ സാറ്, അതേപോലെ കുഞ്ഞുമണി ചേച്ചി, നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ഷീന ജിൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഈ കോഴി നടന്ന ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നിൽ പ്രവർത്തിച്ച സ്വാഗതം. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 28 വർഷം ആയി ഇപ്പൊ നമ്മുടെ കുടുംബശ്രീ നിലവിൽ വന്നത് 97 എന്ന് പറഞ്ഞു. അപ്പോ 28 ഈ പരിപാടിയിൽ പങ്കെടുത്തതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങളെ ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ, നമുക്കറിയാം ഉഷസ എന്ന് പറഞ്ഞ ഈ കുടുംബശ്രീ 25 വർഷം അവരുടെ ജൈത്രയാത്ര മുന്നോട്ട് പോയി വിജയകരമായി ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ്. അന്ന് കുഞ്ഞായിരുന്ന കുട്ടിയെ നമ്മളിപ്പോൾ കല്യാണം കഴിച്ചു വിടാൻ പ്രായമായി നമ്മുടെ കുടുംബശ്രീ തുടങ്ങിയിട്ട്. അന്നു മുതൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു താങ്ങും തണലുമായിരുന്ന ഈ കുടുംബശ്രീ ഇന്നും അവരോടൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 28 വർഷമായിട്ട് നമ്മൾ സംസ്ഥാനത്ത് തുടങ്ങിയതാണെങ്കിൽ പോലും 25 വർഷമായി നമ്മുടെ കരുവാരക്കുണ്ടിൽ തന്നെ ഈ പദ്ധതി നടപ്പാക്കും. മുന്നോട്ട് പുറകോട്ടും സൗകര്യപ്പെടുത്തിയെടുക്കുന്നതിനും ഒക്കെ നമ്മുടെ കുടുംബശ്രീ തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സമ്പാദ്യമായിട്ടും നമ്മൾക്ക് വയ്യാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പിൻവലിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലെന്നും ഒരു മുതലാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇതിനകത്തേക്ക് സമ്പാദ്യം ഇടാൻ വേണ്ടിയിട്ട് 10 രൂപ
ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഇതിലേക്ക് നിക്ഷേപിച്ച ഒരു കാലമുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് കാലം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ കുട്ടികളെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കുടുംബശ്രീ എന്നും ഉഷസായി നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി നമുക്കറിയാം, നമ്മളെ പഞ്ചായത്തിൽ മുന്നേ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ കുടുംബശ്രീ എന്ന സംവിധാനം നമ്മളെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടി കുറേ, അതേപോലെ കുട്ടത്തി വാർഡിലും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, നമ്മുടെ അക്കൗണ്ടന്റ്, പിന്നെ ഇവിടെ വന്നിരിക്കുന്ന CDSന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ എങ്ങനെയൊക്കെയോ നടക്കുകയാണ്. വളരെ പ്രയാസപ്പെട്ട് ആദ്യം ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധു ടീച്ചർ, നമ്മുടെ വൈസ് പ്രസിഡന്റ് അതുപോലെ നമ്മുടെ ശാസ്ത്ര ടീച്ചർ, ഷീന
കളിച്ച് കളിച്ച് ഒരു വെള്ളം പൊന്നും പൂവില ചാന്തും കളിച്ച് കളിച്ച് പുതുമോടിപ്പാടും പാട്ടും വിളയാടം
തീപ്പൊടി കൊണ്ട് തീ കൊടുത്താലുല്ലാസ പൂത്തിരി പച്ച പരിചരി വച്ച മലയാളി ഉഷ മുതലാളി മദ്യം മതിരശി വള്ളെടുത്താൽ വളാടി വാക്കിട്ടുത്താൽ വക്കാത്തി പോരെടുത്താൽ പോരാളി തോക്കിട്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ പൊന്നമ്മ ടീച്ചർ ഉണ്ടായിരുന്നു, അതേമാതിരിക്ക് പഞ്ചായത്ത് കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ സംസാരവും കാര്യങ്ങളും പ്രസംഗമൊക്കെ ഉണ്ട്, കൂടുതലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ കുട്ടികളെ ഡാൻസും അതേമാതിരി തന്നെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ താത്തമാരെല്ലാവരും ഉണ്ട്, കൂടുതലൊന്നും അവരിത് എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ലല്ലോ, ആർക്കൊക്കെ വീഡിയോയിൽ വരാൻ താല്പര്യമൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കൂടുതൽ താത്താരെ ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ നമ്മൾ ഓൺലൈൻ കരിവാരക്കൊണ്ട് ഉണ്ടായിരുന്നു, കുഞ്ഞിട്ടി എന്ന യൂട്യൂബർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മളെ നാട്ടിലത്തെ ഒരു പ്രശസ്തയായ യൂട്യൂബറാണ്, എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണേ. അല്ല പിന്നെ ഓൺലൈൻ കരിവാരക്കൊണ്ട് കുഞ്ഞിട്ടി എന്ന യൂട്യൂബറാണ് കേട്ടോ. അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് എന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.